എന്തായാലും വളരെ പരിമിതമായ കാലം കൊണ്ട് വലിയ വിലയ്ക്ക് ആ ഭൂമി വിറ്റു അദ്ദേഹം. ഒരു കണക്കിന് നോക്കിയാൽ റോബർട്ട് വാദ്ര നല്ല കച്ചവടക്കാരനാണ്. അദ്ദേഹം കച്ചവടക്കാരനാണ്. ആ സമയത്ത് രാഷ്ട്രീയ മോഹവും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹവും ഒക്കെ ഇപ്പോഴാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും അദ്ദേഹം നല്ല കച്ചവടക്കാരനായിരുന്നു ആ സമയത്ത് എന്ന് വേണം കരുതാൻ. മാത്രമല്ല ഏത് റിയൽ എസ്റ്റേറ്റ് ഡീലറെയൊക്കെ പോലെ വളരെ സ്വാധീനം, കഴിയുന്ന മുഴുവൻ സ്വാധീനവും പ്രയോഗിച്ചുകൊണ്ട് ഈ ഭൂമി വിനിമയത്തിനോ അല്ലെങ്കിൽ ഇവിടെ കൺസ്ട്രക്ഷനോ ഒക്കെ സാധ്യമാക്കി എടുക്കുക എന്നുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ടാവണം. കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഈ ഭൂമിയിൽ കൺസ്ട്രക്ഷനുള്ള അനുമതി, മറ്റു കാര്യങ്ങളെല്ലാം, ഈ വിനിമയത്തിനുള്ള കൈമാറ്റത്തിനുള്ള അനുമതി എല്ലാം നേടിയെടുക്കുന്നത് ഒരു ദിവസം കൊണ്ടാണ്. അത് ഒരു സംശയവുമില്ലാതെ നമുക്ക് കരുതാം അത് റോബർട്ട് വാദ്രയുടെ ബന്ധങ്ങൾ കൊണ്ട് മാത്രം സാധ്യമാകുന്നതാണ്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധമാണോ മറ്റെന്തെങ്കിലും ബന്ധമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അപൂർവം ചിലർക്ക് മാത്രം അതെ അപൂർവം ചിലർക്ക് മാത്രം സംഭവിക്കുന്ന കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വേറൊരു തമാശ, റോബർട്ട് വാദ്രയ്ക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ബന്ധം അതിനു മുമ്പ് ഉള്ളതുണ്ടെങ്കിൽ, ഈ കുടുംബ ബന്ധത്തിന് അപ്പുറത്തൊരു രാഷ്ട്രീയ ബന്ധം ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്ത് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കൊടുത്തിരിക്കുന്നത് RSSനാണ്. RSSൻ്റെ സ്കൂള്, അതായത് അവരുടെ ഒരു ട്രസ്റ്റിൻ്റെ സ്കൂള് ഈ റോബർട്ട് വാദ്രയുടെ കുടുംബ സ്വത്തിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പണ്ട് ഇന്ത്യ ടുഡേ ഒരു വാർത്തയായി വലിയ വിവാദമൊക്കെ ആയിട്ടുണ്ട് ആ സംഭവം, ഇന്ന് ഇവരുടെ കല്യാണം നടക്കുന്ന കാലത്ത്. അപ്പോൾ അതാണ് ആകെയുള്ള പഴയ ഒരു രാഷ്ട്രീയ ബന്ധം. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ആരോപണം നമ്മൾ ഓർക്കണമല്ലോ, ഈ ഇലക്ട്രൽ ബോണ്ട് വിവാദം വന്നപ്പോൾ, അതായത് എത്രയോ മുമ്പേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് വാദ്രയ്ക്കെതിരെ നടപടിയെടുക്കാം. പക്ഷേ ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. അതായത് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദ്യം ചെയ്യൽ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല. ആ സമയത്താണ് ഇലക്ട്രൽ ബോണ്ട് വിവാദം ഉണ്ടാകുന്നത്. അന്ന് കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്, ഈ DLF 2022 ഇടയ്ക്ക് 170 കോടി രൂപയാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ടായി കൊടുത്തത്. 170 കോടി രൂപ. അപ്പോൾ ഈ ആരോപണം ഉയർന്നു. അതായത് ഈ ഇലക്ട്രൽ ബോണ്ടായി പൈസ കൊടുത്ത ഉടനെ തന്നെ ഹരിയാന സർക്കാർ, BJP സർക്കാർ, വാദ്രയുടെ DLF ഇടപാട് നോ വയലേഷനാണ് എന്നുള്ള ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്തു ആ സമയത്ത്. അതായത് ഈ 170 നമ്മൾ അറിഞ്ഞത് എന്താണ്, അന്ന് നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ട് വിവാദം ഓർമ്മയുണ്ടല്ലോ. അതായത് ഇലക്ട്രൽ ബോണ്ടിൽ രഹസ്യമായി കൊടുക്കുന്നു എന്ന് പറയുന്നത് ആര് കൊടുക്കുന്നു, ആർക്ക് കൊടുക്കുന്നു എന്ന് കൃത്യമായി രാഷ്ട്രീയ നേതൃത്വം പറയുന്നു. അതിനനുസരിച്ച് അവരുടെ കേസുകൾ, അവരുടെ അറസ്റ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ആരോപണമാണ് തെളിവ് സഹിതം ആ സമയത്ത് പുറത്തു വന്നത്.